സന്തോഷിന്റെ കൊലപാതകികൾ ചില്ലറക്കാരല്ല. കൊല്ലം കൃതാകപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് കുപ്രസിദ്ധ ഗുണ്ടകളായ കൊടിസുനി, മരടനീശ് എന്നിവരുമായി ബന്ധമെന്ന വിവരം കസ്റ്റഡിയിലുള്ള രാജീവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരം ലഭിച്ചത്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേർന്നു. സുജിത്ത്, ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്ന പങ്കജിന് സംസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? വിശദാംശങ്ങൾ ഇപ്പോഴും പ്രതികൾ കാണാമറയത്താണ്. ഒളിവുകാലത്ത് ഇവരുടെ സഹായം ലഭിക്കുന്നുണ്ടോ? എന്തെങ്കിലും സൂചന പോലീസിൽ നിന്നുണ്ടോ? സുഹൈൽ, ഈ കേസിൽ പ്രതികളായ എല്ലാവർക്കും തന്നെ കൊടും ക്രിമിനലുകളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും തെളിവുകളും ഒക്കെ പുറത്തുവരികയാണ്. ഇതിൽ പ്രധാന സൂത്രധാരനായി കരുതുന്ന പങ്കജിന്റെ ഫേസ്ബുക്ക് പേജിൽ കൊടിസുനി അടക്കമുള്ളവരുമായുള്ള ചിത്രങ്ങളുണ്ട്. പ്രൊഫൈൽ ചിത്രങ്ങൾ പോലും ഇത്തരം ക്രിമിനലുകളുമായിട്ടുള്ളതാണ്. കൂടാതെ സമ്മതം ഷാജിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കജ് ഉൾപ്പെട്ട ക്രിമിനൽ സംഘം പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പങ്കജിന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാം. കൂടാതെ ഈ പറയുന്ന കൊല്ലപ്പെട്ട ജിം സന്തോഷ് ഉൾപ്പെടെയുള്ളവർ ഹോട്ടൽ മുറിയിൽ ചേർന്നുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് ആഹ്ലാദം പങ്കിടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കജിന്റെ ഫേസ്ബുക്കിലുണ്ട്. കൂടാതെ ഈ പ്രതികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ കൊടും ക്രിമിനലുകളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള രാജ്യത്തിനെന്ന രാജീവിനെ ചോദ്യം ചെയ്തതിലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് വ്യക്തമായി. ഗുണ്ടാ കുടിപ്പകയിൽ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പങ്കജന സംസ്ഥാനത്തെ ഏറ്റവും കുപ്രസിദ്ധരായ ഗുണ്ടകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നു. ഈ പ്രതികളെല്ലാം ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇവരുടെ ഒഴിവ് ജീവിതം അതെവിടെ, ആരോടൊപ്പം എന്ന ചോദ്യങ്ങൾ കൂടി ബാക്കിയാകുന്നു. ഇവർക്കായി അന്വേഷണം പോലീസ് ഊർജിതമായി തുടരുന്നു.